Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 90. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കോവിഡിനെ തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിൽ നിർത്തിവെച്ച KSRTC ബസ്സുകൾ മാർച്ച് 11 മുതൽ സർവീസ് ആരംഭിക്കും. സർവീസ് ആരംഭിക്കുന്നത് 6 റൂട്ടുകളിൽ. കോറോം, ആലക്കാട്, മണിയറ, കാനംവയൽ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഗാന്ധി മന്ദിരത്തിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ പയ്യന്നൂരിൽ ടൗൺ ഹാൾ വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. ബജറ്റിൽ തുക അനുവദിച്ചിട്ടും നടപടികൾ പ്രാഥമിക ഘട്ടത്തിൽ ഒതുങ്ങി. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരിപുരത്ത് ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോവിഡിനെ തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിൽ നിർത്തിവെച്ച KSRTC ബസ്സുകൾ മാർച്ച് 11 മുതൽ സർവീസ് ആരംഭിക്കും. 6 റൂട്ടുകളിലേക്കാണ് ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കുന്നത്. കോവിഡിനെ തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ നിർത്തിവച്ച KSRTC ബസ്സുകളാണ് മാർച്ച് 11 തിങ്കളാഴ്ച മുതൽ സർവീസ് പുനരാരംഭിക്കുന്നത്. പയ്യന്നൂർ, കാനായി, മണിയറ, മാതമംഗലം, കോറോം, ആലക്കാട്, മാത്തിൽ, പയ്യന്നൂർ കാസർഗോഡ്, പയ്യന്നൂർ ജോസുഗിരി, പയ്യന്നൂർ ചെറുപുഴ, കാനംവയൽ, പയ്യന്നൂർ കുണിയൻ റൂട്ടുകളിലേക്കാണ് സർവീസുകൾ വീണ്ടും ആരംഭിക്കുന്നത്. കാര്യമായ ലാഭം ഇല്ലെന്ന കാരണത്താലാണ് KSRTC ഈ സർവീസുകൾ പിന്നീട് ആരംഭിക്കാതിരുന്നത്. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാതിരുന്നതും സർവീസ് പുനരാരംഭിക്കുന്നതിന് തടസ്സമായി. എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം KSRTCക്കെതിരെ ഉയർന്നു വന്നു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ സർവീസ് ആരംഭിക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയർന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 4-ാം തീയതി നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും പ്രശ്നം ഉയർന്നു. KSRTCക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് TI മധുസൂദനൻ MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. ഇതെല്ലാം കണക്കിലെടുത്താണിപ്പോൾ സർവീസ് പുനരാരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വാഹനങ്ങൾ വലിയ തോതിൽ കുറവായ കോറോം, ആലക്കാട്, കുണിയൻ, കാനംവയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് KSRTCയുടെ സർവീസ് ആശ്വാസമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഗാന്ധി മന്ദിരത്തിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഗാന്ധി മന്ദിരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മുനിസിപ്പൽ UDF ചെയർമാൻ A. രൂപേഷ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ, നേതാക്കളായ KK ഫൽഗുനൻ, DK ഗോപിനാഥ്, VC നാരായണൻ, B. സജിത് ലാൽ, VKP ഇസ്മയിൽ, VK ഷാഫി, അത്തായി പത്മിനി, P. ലളിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ 501 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചു. ചെയർമാനായി VK ഷാഫിയെയും ജനറൽ കൺവീനറായി A. രൂപേഷിനെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തര മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ പയ്യന്നൂരിൽ ടൗൺ ഹാൾ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ ചില പ്രാഥമിക നടപടികൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. കലാസമിതികളും സാംസ്കാരിക സംഘടനകളും വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ കേന്ദ്രമാണ് പയ്യന്നൂർ. ഉത്തര മലബാറിലെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് പയ്യന്നൂർ. എന്നിരുന്നാലും പൊതുവായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ടൗൺ ഹാൾ എന്ന പയ്യന്നൂരിൻ്റെ ആവശ്യത്തിന് ഇപ്പോഴും ബന്ധപ്പെട്ടവർ കാര്യമായ പരിഗണന നൽകിയിട്ടില്ല. ഗാന്ധി പാർക്ക്, ടൗൺ സ്ക്വയർ ഉൾപ്പെടെ ഓപ്പൺ വേദികൾ ഉണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെങ്കിൽ ഇപ്പോഴും ഓഡിറ്റോറിയങ്ങളെയോ
കല്യാണ മണ്ഡപങ്ങളെയോ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇത് ചെറിയ കലാസമിതികളെയും സാംസ്കാരിക സംഘടനകളെയും പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. പയ്യന്നൂരിൽ ടൗൺ ഹാൾ എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒന്നാം സർക്കാരിൻ്റെ കാലത്താണ് പയ്യന്നൂരിൽ 10 കോടി രൂപ ചെലവിൽ കൺവെൻഷൻ സെൻറ്റർ തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നഗരസഭ രൂപവൽക്കരിച്ച കാലം തൊട്ട് പയ്യന്നൂരിൽ ടൗൺ ഹാൾ വേണമെന്ന മുറവിളി ഉയർന്നിരുന്നു. നഗരസഭയുടെ പ്രഥമ അധ്യക്ഷയായിരുന്ന എസ് ജ്യോതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ബജറ്റിൽ ഫണ്ട് വകയിരുത്തുകയും ടെൻഡർ നടപടികൾ എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് സാങ്കേതിക കാരണം മൂലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പയ്യന്നൂരിൽ കല്യാണ മണ്ഡപങ്ങളും ഓഡിറ്റോറിയങ്ങളും ഉയർന്നതോടെ ടൗൺ ഹാൾ എന്ന ആവശ്യത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു. എങ്കിലും സമ്മേളനവും മറ്റ് പരിപാടികളും നടത്താൻ സർക്കാർ ഏജൻസിയിൽ ഹാൾ വേണമെന്ന ആവശ്യം എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെയാണ് അന്നത്തെ MLA ആയിരുന്ന C. കൃഷ്ണൻ കൺവെൻഷൻ സെൻറ്റർ എന്ന നിർദ്ദേശം ധനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചത്. 10 കോടി രൂപ ബജറ്റിൽ അനുവദിക്കുകയും ചെയ്തു. പുതിയ കാലഘട്ടത്തിൽ ഒരു ടൗൺ ഹാൾ എന്നത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സാംസ്കാരിക മേഖലയിൽ മാത്രമല്ല പയ്യന്നൂരിൻ്റെ തന്നെ ഒരാവശ്യമാണ് ടൗൺ ഹാൾ. മറ്റ് പല പ്രദേശങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ടൗൺ ഹാൾ ഉണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. ഇന്ന് പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായി ടൗൺ ഹാൾ മാറിയിരിക്കുന്നു. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ തന്നെ, കളിസ്ഥലങ്ങൾ തന്നെ വിരളമായ ഒരു പ്രദേശം കൂടിയാണ്. പയ്യന്നൂരിൽ ഏറെ ശ്രദ്ധേയനായ നവോത്ഥാന നായകൻ സ്വാമി ആനന്ദതീർത്ഥയുടെ സ്മാരകമായാണ് കൺവെൻഷൻ സെൻറ്റർ ഉയരുമെന്ന് പറഞ്ഞിരുന്നത്. നഗരസഭ മൂരിക്കുവലിൽ സ്വകാര്യ വ്യക്തിയുടെ 2 ഏക്കറോളം സ്ഥലം ഇതിനായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഭൂമി വിലയുടെ കാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പമാണ് സ്ഥലം ലഭ്യമാകാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ സ്ഥലം ലഭ്യമായാൽ ആധുനിക രീതിയിലുള്ള കൺവെൻഷൻ സെൻറ്റർ പയ്യന്നൂരിന് സ്വന്തമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരിപുരത്ത് ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരിപുരത്ത് ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. NDA സ്ഥാനാർത്ഥി ML അശ്വിനി ഭദ്രദീപം തെളിയിച്ചു. കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് അംഗങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രീകാന്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളാകെ നിരാശരായി, ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു. ഒരു പ്രത്യാശ തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിക്കാണിച്ചുകൊണ്ട് 14 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് മോദി സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി ML അശ്വിനി മുഖ്യഭാഷണം നടത്തി. NDA കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ ശങ്കരൻ കൈതപ്രം അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി K. സജീവൻ, C. ഭാസ്കരൻ, CV സുമേഷ്, ഗംഗാധരൻ കാളീശ്വരം, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, സുജിത്ത് വടക്കൻ, രാജീവ് കല്യാശ്ശേരി, സത്യൻ കരിക്കൻ, രാഹുൽ ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കുടുംബസംഗമം ആവശ്യപ്പെട്ടു. CITU ജില്ലാ സെക്രട്ടറി C. കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങണമെന്ന് ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കുടുംബസംഗമം ആഹ്വാനം ചെയ്തു. ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന കുടുംബസംഗമം CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ജനങ്ങളെ സഹായിക്കലാണോ? ജനങ്ങളെ കൂടെ ദ്രോഹിച്ച് അതിൽ നിന്ന് ജനങ്ങൾക്ക് ഒരാശ്വാസം കൊടുക്കുമെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മോഡി ഗവൺമെന്റിന്റെ വഞ്ചനാപരമായ നിലപാടുകളുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതായിട്ടും. KV രാമചന്ദ്രൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VK ബാബുരാജ്, ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, P. ചന്ദ്രൻ, T. രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ മേഖലാതല ഉദ്ഘാടനം ചെറുപ്പാറയിൽ നടന്നു. യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ ഉദ്ഘാടനം ചെയ്തു.
കാങ്കുലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ. ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ മേഖലാതല ഉദ്ഘാടനം യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നിർവഹിച്ചു. വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി. ടി വിജയൻ, പി വി ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, പഞ്ചായത്ത് അംഗം ഷീബ ദിവാകരൻ, പി പി സിദിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവള്ളൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗവും നടന്നു. ഡിസിസി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും ഡിസിസി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ പി ശശിധരൻ അധ്യക്ഷനായി. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി കുഞ്ഞിക്കണ്ണൻ, UDF പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഷുക്കൂർ ഹാജി, ജനറൽ കൺവീനർ കെ ജയരാജ്, CMB ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിത് ലാൽ, നേതാക്കളായ VC നാരായണൻ, U ബാബു, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളിൽ ചെയർമാനായി പി ശശിധരനെയും കൺവീനറായി U ബാബുവിനെയും ട്രഷററായി കെ കൃഷ്ണനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാടിനഭിമാനമായ പ്രതിഭകളെ ഉദിനൂർ സുന്നി സെന്ററിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. അമാനി ബിരുദം നേടിയവരും ചെറുപ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. പ്രമുഖ വൈജ്ഞാനിക കലാലയമായ തളിപ്പറമ്പ് ജാമിയ അൽ മഖറിൽ നിന്നും 9 വർഷത്തെ ഇസ്ലാമിക പഠനം പൂർത്തിയാക്കി അമാനി ബിരുദം നേടിയ ഉദിനൂരിലെ ഹാഫിൾ മുഹമ്മദ് ബിലാൽ, AG മുഹമ്മദ് ഷാമിൽ എന്നിവരെയും കൈതക്കാട് തർബിയ അക്കാദമിയിൽ നിന്ന് 2 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹാഫിൾ ബിരുദം നേടിയ ഉദിനൂർ പേക്കടത്തെ C അഹമ്മദിനെയുമാണ് ഉദിനൂർ സുന്നി സെന്ററിൽ അനുമോദിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സംഘടനകളുടെ ഉദിനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രവർത്തകൻ മൂപ്പൻ്റകത്ത് അബ്ദുൽ കരീം, ദുബായിലെ വ്യാപാരി VN റാഷിദ്, ജാമിയ അൽ മഖർ മുദ്രീസ് AG മുഹമ്മദ് അൻവരി എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ആത്മീയ സദസ്സിന് ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ പ്രധാനാധ്യാപകൻ നിസാർ മസ്ബാഹി മാവിലാടം നേതൃത്വം നൽകി. അനുമോദന സദസ്സ് മുഹമ്മദ് സഅദി വെള്ളാപ്പ് ഉദ്ഘാടനം ചെയ്തു. VT മുഹമ്മദ് അലി ബാക്കവി അധ്യക്ഷനായി. T അബ്ദുള്ള മാസ്റ്റർ, TP അബ്ദുൽ സലാം ഹാജി എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി. KK നൌഫൽ സഅദി, ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട്, മുനീർ മസ്ബാഹി വെളുത്തവയ്യ, ഇബ്രാഹിം അമാനി IT, AG താജുദ്ദീൻ മൗലവി, ഹംസ മൗലവി പിലാവളപ്പ്, MT അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബും ഗ്രാമിക റെസിഡൻസ് അസോസിയേഷൻ കണ്ടോത്തും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കണ്ടോത്ത് ALP സ്കൂളിൽ നടന്ന ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. റീജിയൽ ചെയർപേഴ്സൺ ഡോക്ടർ സുജാ വിനോദ്, സോൺ ചെയർമാൻ P ഗംഗാധരൻ, പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിലെ നേത്രവിഭാഗം സീനിയർ ഡോക്ടർ രഘുറാം, ക്ലബ് സെക്രട്ടറി MK ചന്ദ്രൻ, ഗ്രാമിക റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PV മനോഹരൻ, K വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിലെ ഡോക്ടർ രഘുറാമിന്റെയും PRO V രഞ്ജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ 7ഓളം പാരാമെഡിക്കൽ സ്റ്റാഫുകൾ നേത്രപരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഹാളിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PP ലീല അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് KV ബാലൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. K കുമാരൻ, KC ശശി, TV വേണുഗോപാലൻ, മഞ്ജുള, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. രാമന്തളി പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ അധ്യക്ഷനായി. ICD സൂപ്പർവൈസർ കൃഷ്ണജ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. രവി രാമന്തളി, കിഷോർ ലാൽ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് നാടൻപാട്ട്, ഗാനമേള തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചിരി ജീവിതചര്യയുടെ ഭാഗമായാൽ നേട്ടങ്ങളുടെ പരമ്പര നമ്മെ തേടിയെത്തുമെന്ന് ചിരിയോഗ അംബാസഡറും ലോക റെക്കോർഡിന് ഉടമയുമായ എറണാകുളം എളമക്കര സ്വദേശി SP സുനിൽകുമാർ. പിലിക്കോട് എരവിൽ മഹാത്മജി സാന്ത്വന ട്രസ്റ്റ് സംഘടിപ്പിച്ച ചിരിയോഗയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസിക സമ്മർദ്ദം കുറയ്ക്കണമെങ്കിൽ 365 ദിവസവും ചിരിക്കണമെന്നാണ് സുനിൽകുമാറിന്റെ പോളിസി. വിവിധ ജില്ലകളിലായി ചിരി ക്ലബ്ബുകളിലും സന്നദ്ധ സംഘടനകളിലും ചിരിയോഗയുടെ ഭാഗമായി ചിരിച്ചും ചിരിപ്പിച്ചും മുന്നേറുന്ന സുനിൽകുമാർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ ചിരിയോഗക്കായാണ് പിലിക്കോടെത്തിയത്. എരവിൽ മഹാത്മജി സാന്ത്വന ട്രസ്റ്റ് സംഘടിപ്പിച്ച ചിരിയോഗയിൽ ജീവിതത്തിലെ എന്തും ചിരിയാക്കി മാറ്റാവുന്ന വിദ്യകൾ പങ്കെടുത്തവർക്ക് സുനിൽകുമാർ പകർന്നു നൽകി. 400-ൽ പരം പഠനങ്ങൾ ചിരിയെക്കുറിച്ച് ഇതിനകം നടന്നു കഴിഞ്ഞു. 15 കോടിയിൽ പരം പേർ ചിരിയോഗയിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിലവിൽ പങ്കാളികളാണ്. എരവിലിൽ യോഗയിലെ ഇനങ്ങൾ ചിരിയുമായി ബന്ധപ്പെടുത്തിയാണ് സുനിൽകുമാർ അവതരിപ്പിച്ചത്. 2 മണിക്കൂർ നീണ്ട ചിരിയോഗയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ 80 കഴിഞ്ഞ വയോധികർ വരെയുള്ള എരവിൽ ഗ്രാമവാസികൾ പങ്കെടുത്തു. മുതിർന്ന കായികാധ്യാപകൻ O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചിരിയോഗ ഉദ്ഘാടനം ചെയ്തു. മഹാത്മജി ട്രസ്റ്റ് ചെയർമാൻ K ധനരാജ് അധ്യക്ഷനായി. MP രാമകൃഷ്ണൻ നമ്പ്യാർ, സമീർ കാരയിൽ, PV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡിനെ തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിൽ നിർത്തിവെച്ച KSRTC ബസ്സുകൾ മാർച്ച് 11 മുതൽ സർവീസ് ആരംഭിക്കും. സർവീസ് ആരംഭിക്കുന്നത് 6 റൂട്ടുകളിൽ. കോറോം, ആലക്കാട്, മണിയറ, കാനംവയൽ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ഗാന്ധി മന്ദിരത്തിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ പയ്യന്നൂരിൽ ടൗൺ ഹാൾ വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല. ബജറ്റിൽ തുക അനുവദിച്ചിട്ടും നടപടികൾ പ്രാഥമിക ഘട്ടത്തിൽ ഒതുങ്ങി. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരിപുരത്ത് ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.